പശ്ചിമ ബംഗാളിലെ തേയിലത്തോട്ടം എന്ന് പറഞ്ഞ ഒരു വേറെ മോഡലാണ്. നമ്മുടെ നാട്ടിലെ ഊട്ടിയിലുള്ള പോലത്തെ തേയിലത്തോട്ടമല്ല, നല്ല മോഡൽ കോടയിലാണ് നിൽക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാൻ കൽക്കട്ടയിലേക്ക് സിലിഗുരിയിലേക്ക് പോവാണ്. സിലിഗുരിയിൽ നിന്ന് ഭൂട്ടാൻ്റെ അതിർത്തിൻ്റെ ജയ്ഗോൺ അവിടേക്കാണ് ഞാൻ യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കൽക്കട്ടയിലെ ഒരു പ്രമുഖ റെയിൽവേ സ്റ്റേഷനുണ്ട്, സീൽദ, അവിടെയാണുള്ളത്. അവിടുന്ന് ഇനിയൊരു ടാക്സി എടുത്തിട്ട് ഒരു 2.5 കിലോമീറ്റർ ദൂരമുള്ള എസ്പ്ലനോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പോൾ ഞാൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഇത് സ്റ്റേഷൻ്റെ പുറംഭാഗമാണ്. ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബസ് സർവീസ്. ഇപ്പോൾ ഞാൻ എക്സ്പ്ലനോഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് സിലിഗുരിക്കാണ് അവിടെ പോകുന്നത്. സിലിഗുരിക്കാണ് ഇവിടുന്ന് യാത്ര. ഇതാണ് നമ്മളുടെ ബസ്, സ്ലീപ്പിംഗ് ബസ്സാണ്. രാത്രി 8 മണിക്കാണ് ബസ് പുറപ്പെടുക. ഇപ്പം ഞാൻ ബസ്സിലേക്ക് കയറാണ്. ഇതിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് സിറ്റിംഗ് ആണ്, മുകളിൽ ബെഡാണ്. അപ്പോൾ ഡബിൾ ബെഡുള്ള ആ ഒരു ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ബെഡ്റൂം ഇതിലത്തെ. അപ്പോൾ 8 മണിക്കാണ് ഷാർപ്പ് പുറപ്പെടും. ഇപ്പോൾ ബസ് പുറപ്പെട്ടിരിക്കുന്നത് കൽക്കട്ടയിലെ ഈ എസ്പ്ലനോഡ് എന്നിട്ടുള്ള ആ ഒരു സ്ഥലത്തു നിന്നാണ് സിലിഗുരിക്ക് ബസ് കൂടുതലും പുറപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി കടന്നുറങ്ങണം. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതാണ്. ഇപ്പം സമയം രാവിലെ 5:30 മണിയാണ്. നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. നല്ല കോട, അത്യാവശ്യം നല്ല കോട ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോട, മഞ്ഞ്, ഐസ് എന്നൊക്കെ പറഞ്ഞ്. കൽക്കട്ടയിലെ സീൽദയിൽ നിന്ന് സിലിഗുരിക്ക് 578 കിലോമീറ്ററാണ്. ഒരാൾക്ക് സ്ലീപ്പിംഗ് ബസ്സിന് 1500 രൂപയാണ് ചാർജ് ഉള്ളത്. ഇവിടുന്ന് ട്രെയിനുണ്ട്, പക്ഷേ ട്രെയിൻ സർവീസ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട്, ഈ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബസ്സാണ് എടുത്തത്. എന്നാൽ പിന്നെ രാത്രി എന്താ വെച്ചാൽ ആ ഒരു ടൈം നമുക്ക് ലാഭിക്കാം. മറ്റേ പകലാണ് ട്രെയിനുള്ളത്. അപ്പോൾ അത്രയും ടൈം വേസ്റ്റാണ് നമുക്ക്. ഇപ്പോൾ ഒരു പമ്പിൽ നിർത്തിയതാണ് മൂത്രമൊഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ച് ബസ്സിൽ വീണ്ടും കയറിയിട്ടുണ്ട്. ഇനി അങ്ങനെ വീണ്ടും പോകുന്നതാണ്. ഇതിവിടെ ഒരു ട്രോളുണ്ട്. ഇഷ്ടംപോലെ ട്രോളുള്ള ഭാഗങ്ങളാണ് ടോൾ പ്ലാസ. അപ്പോൾ അതും കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്. ഇവിടുത്തെ തേയിലത്തോട്ടം ഒരു പ്രത്യേക മോഡലാണ്. ചെരുവില്ലാണ്ട് സാധാരണ നിരപ്പായ സ്ഥലത്താണ് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളുള്ളത്. നമ്മളെ ഊട്ടിയിലും അവിടെയൊക്കെ അങ്ങനെ ഒരു ചെരുവിലല്ല ഉള്ളത്. ഇതങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ് പ്രതലായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇവിടുത്തെ ഉള്ളത്. ഇവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ന്യൂ ജൽപായ്ഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ വടക്ക് കിഴക്കേ ഇന്ത്യയെ നമ്മുടെ ഭാരതത്തിൻ്റെ മറ്റു മേഖലകളുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പ്രമുഖ റെയിൽവേ സ്റ്റേഷനാണത്. ഇവിടുന്നാണ് ഡാർജിലിംഗിലേക്ക് ടോയ് ട്രെയിൻ ഓടുന്നത്. സിലിഗുരിയിലാട്ടോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. കാരണം സിലിഗുരി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഭൂട്ടാനിക്ക് പോകാൻ പറ്റുന്ന എയർപോർട്ടൊക്കെ ഉള്ള ഒരു ടൗണാണത്. ഇപ്പം സമയം രാവിലെ 10:15. ഇന്നലെ രാത്രി 8 മണിക്ക് പുറപ്പെട്ട് ഏകദേശം അപ്പോൾ ഒരു 14 മണിക്കൂറായിരിക്കുന്നു സിലിഗുരിയിൽ എത്തിയപ്പോൾ. ഇതാണ് സിലിഗുരി അങ്ങാടി. ഇനി ഇവിടുന്ന് വേറൊരു ബസ്സിന് പോകണം. ഈ ഡാർജിലിംഗ് ഒക്കെ പോകുന്ന സ്ഥലം ഈ സിലിഗുരിയിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ ഇനി ഇവിടെ ഞാനൊരു ഓട്ടോ എടുത്തിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. ഗാങ്ടോങ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടുന്ന് ഒരുപാട് ടാക്സികളുണ്ട് അങ്ങോട്ടേക്കുള്ളത്. ഇവിടെ ഒരു എയർപോർട്ടും ഉണ്ട്. ഇനി ഭൂട്ടാൻ്റെ ബോർഡർ ഉണ്ട്, പശ്ചിമ ബംഗാളായിട്ട് ചെയ്യുന്ന ജയ്ഗോൺ എന്നുള്ളത്. അവിടേക്ക് വേറെ ബസ്സിന് പോകണം. ഏകദേശം ഒരു 150 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള ഓട്ടോയുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതിലേ അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കണം.
130 രൂപയാണ് ഒരാൾക്ക് ചാർജ് ഉള്ളത്. ഇവിടുന്ന് സ്ഥിരമായിട്ട് ബസ്സൊന്നുമില്ല, ഓരോ സമയമുണ്ട്. ഒരു 11:15 ബസ് പുറപ്പെടുക പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ബസ്. അപ്പോൾ ബസ്സിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഇനി യാത്ര തുടരുകയാണ്. ഇനി പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ജയ്ഗോണിലേക്കാണ് പോകുന്നത്. പശ്ചിമ ബംഗാളിലാണല്ലോ ഈ സിലിഗുരി ഉള്ളത്. ഈ ഭൂട്ടാനായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഭാഗമാണ് ജയ്ഗോൺ, പശ്ചിമ ബംഗാളിൽ. അപ്പോൾ ഇപ്പം അങ്ങനെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഈ തേയിലത്തോട്ടങ്ങളുള്ള നാടാണ്. പിന്നെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളും. ഇനി ഇവിടുന്ന് അങ്ങനെ കുറച്ച് കയറ്റമായിട്ടാണ് അങ്ങോട്ടേക്കുള്ളത്. കാരണം ഭൂട്ടാൻ്റെ ഭാഗം പിന്നെയും കുറച്ച് കയറ്റത്തിലാണ് നിൽക്കുന്നത്. ഇതൊരു വലിയൊരു പുഴ പോകുന്നുണ്ട് ഇതിൽ കൂടി. 2 സൈഡും കാടാണ്. നമ്മൾ വയനാട്ട് ചുരം കയറുന്ന പോലെയാണ് ഇങ്ങനെ പോകുന്നത്. ഇത് നേരത്തെ നമ്മൾ ക്രോസ് ചെയ്ത ആ പാലാണ്. നല്ല അടിപൊളി പാലാണ്. ഇതിങ്ങനെ ഒരു ചുരം പോലെ ഇങ്ങനെ വളഞ്ഞു പോവാണ്. ഒരു സൂപ്പർ പാലം. അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് ആ പാലത്തിന്. ഇപ്പം ഞാൻ ഇറങ്ങിയ സിലിഗുരി എന്ന് പറഞ്ഞ സ്ഥലം പശ്ചിമ ബംഗാളിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമാണ്. ഡാർജിലിംഗ് ജില്ലയിലാണ് ഈ സിലിഗുരി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് പിന്നെ സിലിഗുരിയിലായിരുന്നു. അത് 2001 ജനുവരിയിലായിരുന്നു. സിലിഗുഡി എന്നും പറയലുണ്ട്, സിലിഗുരി എന്നും പറയാറുണ്ട്. 2 പ്രൊണൗൺസനും ഇവർ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിലുള്ളവർക്ക് ഭൂട്ടാനിക്ക് പോകാൻ ഉള്ളൊരു എയർപോർട്ട് ഉണ്ട്, ബാഗ്ഡോഗ്ര എന്ന് പറഞ്ഞിട്ടില്ല. അത് ഈ സിലിഗുരിയിലുള്ളത്. അതുപോലെ ഡാർജിലിംഗ് ഇവിടേക്കൊക്കെ പോകണമെങ്കിലുള്ള എയർപോർട്ട് ആ ഒരു മിലിറ്ററിൻ്റെ എയർപോർട്ടാണ്. അതിനിപ്പോൾ കുറച്ച് വിപുലീകരിച്ചിട്ടുണ്ട് ആ എയർപോർട്ട്. അത് ഈ സിലിഗുരിയിലുള്ളത്. ഇത് തേയിലത്തോട്ടാണ്. തേയിലത്തോട്ടത്തിലെ പണിക്കാരാണ് ഇവരൊക്കെ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, തേയിലത്തോട്ടം ഇങ്ങനെ കംപ്ലീറ്റ് നിരപ്പായിട്ട് നിൽക്കുന്നൊരു ഭാഗമാണ് ഈ കൽക്കട്ടയിലത്തെ തേയിലത്തോട്ടം. ബ്രിട്ടീഷുകാരാണല്ലോ ഇവിടെ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചത്. ഇതൊരു മെയിൻ അങ്ങാടിയാണ്. ജാൽപാൽഗുരി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇവിടുന്ന് സിലിഗുരിക്ക് 57 കിലോമീറ്ററാണ്. ബസ്സിൽ തേങ്ങാപ്പൂട് കച്ചവടക്കാരൻ കയറിയിരിക്കുന്നു. ഒരു കഷ്ണത്തിന് ചാർജ്. അത് നമ്മളെ ബസ്സിലെ കിളി പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു, എന്നിട്ട് വേറെ ബസ്സിൽ കയറാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നമ്മൾ വേറെ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ആ ചങ്ങായിക്ക് ആൾ അതുവരെ ഇല്ലാന്നാണ്. അതുകൊണ്ട് ഇദ്ദേഹം അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബസ് കയറ്റിയത്, അതിൻ്റെ കാശൊക്കെ മേടിച്ചിട്ടുള്ളത്. ഇനി ഇവിടുന്ന് വേറെ പൈസ കൊടുക്കണം ഞാൻ അങ്ങോട്ടേക്ക്. ഇത് ഇറങ്ങിയ സ്ഥലം ഏതാണെന്ന് ഓർമ്മയില്ല, കാരണം അപ്പോൾ വീഡിയോ എടുക്കാതെ ഒഴിവിട്ടിട്ടില്ല. 75 രൂപ ഒരാൾക്ക് നമ്മളെ കണ്ടക്ടർ വാങ്ങിക്കുന്നത്. ഇതാണ് നമ്മളെ ബസ്, ആ പുതിയ ബസ്, 2ാമത് മാറി കയറിയ ബസ്. ഇപ്പം സമയം വൈകുന്നേരം 4:20 അയക്കുന്നത്. ഇപ്പോൾ ഏകദേശം ജയ്ഗോണിൻ്റെ അടുത്ത് എത്താൻ അയക്കുന്നത്. മഴ നല്ലോണം പെയ്യുന്നുണ്ട്. മഴ പെയ്താലാകെ അലമ്പായിരിക്കും. അപ്പോൾ ഇതാണ് ജയ്ഗോൺ ബസ് സ്റ്റാൻഡ്. ഇനി ഇവിടുന്ന് ബോർഡറിലേക്ക് ഷെയർ ടാക്സി കിട്ടും. ഷെയർ ടാക്സിക്ക് ഏകദേശം ഒരു 10 രൂപയാണ് ഒരാൾക്ക് മേടിക്കുന്നത്. ഇതൊക്കെ ഷെയർ ടാക്സികളാണ്. കുറഞ്ഞ ദൂരമുള്ളൂ, ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഇതാണ് ജയ്ഗോൺ ബസ് സ്റ്റാൻഡ്, ഇന്ത്യൻ്റെ ലാസ്റ്റ് ബോർഡർ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഭൂട്ടാനാണുള്ളത്. അപ്പോൾ ഞാനൊരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. വേറെയും കുറച്ച് പേരുണ്ട്. 10 രൂപയാണ് ഒരാൾക്ക് ചാർജ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. ഇനി ഭൂട്ടാനിലേക്ക് കടക്കണം. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം, എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഉള്ള. ഓട്ടോയിൽ ആളെ തിരക്കി കൊണ്ടുപോയി. ഞാൻ ഡ്രൈവറെ
തൊട്ടടുത്താണ് ഇരിക്കുന്നത്. ബാക്കിലൊക്കെ ഫുള്ളാണ് സീറ്റ്. സാധാരണ നമ്മൾ ഒരു രാജ്യത്തു നിന്ന് മറ്റേ രാജ്യത്തേക്ക് കിടക്കുന്ന സമയത്ത് ആ രാജ്യത്തെ കറൻസി നമ്മൾ എന്തായാലും കൊണ്ടുപോകണം. പക്ഷേ ഭൂട്ടാനിൽ മാത്രം അത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം ഭൂട്ടാനിലെ മണിയും ഇന്ത്യൻ മണിയും ഏകദേശം ഒരേ വാല്യൂ ആണ്. നമ്മുടെ ഇന്ത്യൻ മണിയും ഭൂട്ടാനികൾ സ്വീകരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭൂട്ടാനിലേക്ക് വരുന്നവർ അവിടുത്തെ മണി മാറ്റി വരുന്നില്ല. പക്ഷെ നമ്മൾ സാധനം കൊടുത്താൽ അതാണ് ഒരു മടക്കി തരിക എന്നൊക്കെ പറയുന്നുണ്ട്. അതും പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് മാറ്റാം, എന്തും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന സമയത്ത് കറൻസി നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് പൊതുവെ ഇതുള്ളത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഭൂട്ടാനിൽ ഇന്ത്യൻ മണി സ്വീകരിക്കുന്നതാണ്. ഈ ജയ്ഗോണിനെ ജയ്ഗോണെന്നും ജയ്ഗാവെന്നും ഇത് 2 പ്രൊണൗൺസിയേഷൻ ചെയ്യാറുണ്ട് ഇവർ. ഈ ഭൂട്ടാനിലെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. സാൻസെ, ഗോന്ദു, നഗംഗ്ലാം, സാന്ദ്രൂപ് ജോങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലങ്ങൾക്കൊക്കെ പോകാൻ ഈ ജയ്ഗോവിൽ വന്നിട്ട് അങ്ങനെ പോയിട്ട് വേറെ അതിർത്തി ഉണ്ട്. ആ അതിർത്തി കൂടി വേണം പോരാണ് സൗകര്യം. അപ്പോൾ ഭൂട്ടാനികൾ എപ്പോഴും ഈ ഒരു ജയ്ഗാവായിട്ട് അല്ലെങ്കിൽ ജയ്ഗോണായിട്ട് എപ്പോഴും ബന്ധമുള്ളതാണ്. അലിപുർദാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജില്ല ഉണ്ട്. അതിലാണ് ഈ ജയ്ഗാവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുറേ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ്റെ ഈ ഭാഗത്തേക്ക് ജയ്ഗാവ് എന്നറിയും. നമ്മളെ ബോർഡർ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഭൂട്ടാൻ്റെ ഭാഗത്തേക്ക് ഫ്യൂൻഷോലിംഗ് എന്നാ പറയുക. അങ്ങോട്ടേക്ക് മലനിരകളും പിന്നെ ചെരുവുകളുള്ളൊരു ഭൂപ്രദേശമാണ് ഈ ജയ്ഗാവ്. ഇപ്പം ഏകദേശം നമ്മുടെ ഓട്ടോ ബോർഡറിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം ബാക്കി കലാപരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഓട്ടോ ഇറങ്ങിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഭൂട്ടാൻ അതിർത്തിയിലേക്ക് പോകണം. എന്തൊക്കെയാണ് ഇവിടുത്തെ ഫോർമാലിറ്റി എന്ന് അറിയണം. നല്ല തിരക്കുള്ളൊരു ഭാഗമാണ്. അങ്ങ് ദൂരെ കണ്ടില്ല ഒരു കവാടം, അതാണ് ഭൂട്ടാനിൻ്റെ ഇന്ത്യൻ്റെ ലാസ്റ്റ്. ആ ഒരു അപ്പുറം കടന്നു കഴിഞ്ഞാൽ ഭൂട്ടാനിലേക്ക് എത്തും. ഇത് വാഹനങ്ങളൊക്കെ പോകുന്ന ഭാഗമാണെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് യാത്രക്കാർക്ക് ഇതിലൂടെയല്ല കിടക്കുക. യാത്രക്കാർ കിടക്കുന്ന ഭാഗം വേറൊരു ഭാഗമുണ്ട്. അപ്പോൾ ഇത് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടല്ലേ, അപ്പുറത്തൊരു പോലീസുകാരനുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി അടുത്തതിൽ കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.